കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവും പല്ലവിയും കൂടെ പല്ലവിയുടെ വീട്ടിലേക്ക് വരുക. അപ്പം സേതു വീട്ടിലേക്ക് കയറിയില്ല, പല്ലവി മാത്രം അകത്തേക്ക് കയറി ചെല്ലുക. പല്ലവിനെ കണ്ടതും ഭയങ്കര സന്തോഷമായി ശോഭയ്ക്ക്. ഓടി വന്ന് മോളേന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് പല്ലവിയോട് ഇപ്പോഴെങ്കിലും നിനക്കും കൂടെ വരാൻ തോന്നിയില്ലോ എന്ന് പറയാ. അത് പിന്നെ അമ്മയ്ക്ക് അറിയാലോ, എന്ന് കോളേജിൽ പോണം, പിന്നെ വൈകുന്നേരം താമസിക്കല്ലേ വരുന്നേ, അതുകൊണ്ട് വരാൻ സമയം കിട്ടാറില്ല. ഇന്ന് പിന്നെ സേതുവേട്ടൻ പറഞ്ഞ് പോയിട്ട് വരാന്ന് പറഞ്ഞ് വന്നാ. അല്ല എന്നിട്ട് സേതു എന്തിയെ? സേതുവേട്ടൻ പുറത്തിരിക്കാന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ, എന്നാ പിന്നെ സേതുവിനെ കൂടെ ഇങ്ങോട്ട് വിളിക്കുമോളേന്ന് പറയണം. ഇത് കേട്ടോണ്ട് മാഷ് അങ്ങോട്ട് വന്നേ. മാഷ് പറഞ്ഞു ഞാൻ പോയി സേതുവിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അപ്പൊ സേതു കാറിലൊക്കെ ചാരി നിൽക്കുക. ഇതെന്താ സേതു ഇവിടെ വന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന? ബാ അകത്തേക്ക് കയറി വരാൻ പറയണം. അത് പിന്നെ മാഷെ ഞാന് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോരെ, ശോഭയൊന്നും പറയത്തൊന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെ സേതും കൂടെ അകത്തേക്ക് കയറി വരിക. വന്നു കഴിഞ്ഞപ്പം ശോഭ ചോദിച്ചു, അതെന്താ സേതു പുറത്ത് നിന്നേ? ഒന്നുമില്ല ആന്റി എന്ന് പറയണ. അതെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, എന്റെ മോളെ ഇപ്പൊ പൊന്നുപോലെ നോക്കുന്നല്ലേ. കാരണം ഇത് എനിക്ക് ഇന്ദ്രനെ നല്ല പേടിയുണ്ട്, എന്റെ മോളെ എന്തേലും ചെയ്യുമെന്ന് ഓർത്തിട്ട്. പക്ഷെ സേതു ഉള്ളതുകൊണ്ടാ ഇതുവരെ ഇന്ദ്രനൊന്നും ചെയ്യാതിരിക്കുന്നത്, എനിക്കത് അറിയാന്ന് പറയണം. സേതു ഉള്ള ധൈര്യത്തിലാ. അല്ലെങ്കിൽ തന്നെ ഒരു അമ്മയുടെ വേദന എന്താന്ന് സേതുവിന് ചിലപ്പം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്റെ മോള് പല്ലവി, അതേ തന്നെ പാറു, ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഓരോ ദിവസം എനിക്ക് നെഞ്ചി തീയ. കാരണം ഇന്ദ്രന് പല്ലവിനെ കല്യാണം കഴിച്ചിട്ട് ഉണ്ടെങ്കിലും ഇതിനു മുമ്പും വന്ന് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പാറിനെ ഉപദ്രവിക്കുമെന്നുള്ള പേടിയും കൂടെ ഉണ്ട്. അതാ ഞാൻ പിന്നെ പല്ലവിയോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞേ. പക്ഷെ എന്നാലും പല്ലവിമോൾ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഇന്ദ്രനല്ല ദേവേന്ദ്രൻ വന്നാൽ പോലും ഞാൻ അവനെ ശരിയാക്കുമെന്ന് പറയാം. ഇത് കേട്ടോ സേതു പറഞ്ഞു, ഇനി അമ്മ ആ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കുക. പല്ലവി ആ പൊന്നുമടത്തിലല്ലേ, പൊന്നുമടത്തിൽ വന്ന് ഒരുത്തരും ഒന്നും ചെയ്യാൻ പോകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് പാറോടിഞ്ഞു. അത് പിന്നെ ഞങ്ങൾക്ക് അറിയാൻ മേലെ, സേതുവായിട്ടുള്ളിടത്തോളം കാലം പല്ലവി ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ശോഭ പറഞ്ഞു, ആൾക്കാർ അതും ഇതൊക്കെ പറയുന്നുണ്ട്, എന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്റെ മോളുടെ ജീവനാ വലുത്. കാരണം ഇതിനു മുമ്പ് ഞാൻ കുറെ തെറ്റിദ്ധരിച്ചു മോളെ സേതുവിനെ വെച്ച്, എന്നോട് ക്ഷമിക്കണം കേട്ടോന്ന് പറയണം. അമ്മ ക്ഷമ വയ്ക്കാനോ? എന്തിന്? അമ്മയുടെ സ്ഥാനത്ത് ഏത് അമ്മമാരാണല്ലോ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. തങ്ങളുടെ മക്കളെ കുറിച്ച് അവർക്കും ഭയങ്കര ആദിവ്യാധിയൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ അമ്മയും ചെയ്തേ, അമ്മേനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്ന് പറയണ. അതെ നിങ്ങൾ ഇരിക്കുക, ഞാൻ പോയി ചായയൊക്കെ വെക്കാന്ന് പറയണം. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, ഇപ്പൊ വേണ്ടമ്മേന്ന് പറയണ. ആഹാ അതെന്ത് പരിപാടിയാ, ഇവിടെ ഇരിക്കും, ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. സേതു ചോദിച്ചു, ആരാ? പരിചയമില്ലാത്ത നമ്പറാന്ന് പറയാ, എടുക്കാൻ പറയണം. അങ്ങനെ പല്ലവി എടുത്തു. അത് ഇന്ദ്രനായിരുന്നു. ആഹാ ടീച്ചർ തിരക്കിലാണെന്ന് ചോദിക്കുക. ഞാനേ ഇന്ദ്രജിത്താ, മനസ്സിലായെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പല്ലവി ഞെട്ടതേ, താൻ ഇന്ദ്രനെ വിളിച്ചേ? അത് പിന്നെ ഞാൻ പുസ്തകം എടുത്ത് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായി. അപ്പൊ ഞാനിത് ക്ലിയർ ചെയ്യാനായിട്ടെ പൊന്നുമടത്തിലേക്ക് വരിക. ടീച്ചർ അവിടെ ഉണ്ടോ അതോ ഇനിയിപ്പോ പുറത്ത് കറക്കത്തിലാണോ എന്ന് ചോദിക്കാം. പല്ലവി ഒന്ന് ഞെട്ടി, എന്താ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അത് കുഴപ്പമില്ല ടീച്ചർ, പുറത്താളും കുഴപ്പമില്ല, അവിടെ എന്റെ ക്ലാസ്മേറ്റ് സ്വാതി ഉണ്ടല്ലോ, അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കിക്കോളാം, നിങ്ങൾ പതുക്കെ വന്നാൽ മതി, എന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ പോകുന്നുള്ളൂ, അവൾക്ക് ഞാൻ ചെയ്യുന്നത് ഭയങ്കര താല്പര്യ. എന്നാ ശരി ടീച്ചർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കോളം കൂടെ കട്ട് ചെയ്യുവേണം. പല്ലവിക്ക് വല്ലാത്ത വെപ്രാളം. സേതു വെച്ച്, ആരാ? ഇന്ദ്രനാന്ന് പറയാം, എന്തിനാ വിളിച്ചേ? അവൻ പൊന്നുമടത്തിലേക്ക് വരുവാണ് പോലും സ്വാതിനെ കാണാനായിട്ട്. ഇത് കേട്ടതും സേതു പറഞ്ഞു, ബാ നമുക്ക് പോവാന്ന് പറയണ. പെട്ടെന്ന് അവിടെ നിന്ന് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. ശോഭ പറഞ്ഞു, എന്താ മോളെ കാര്യം? പക്ഷെ കാര്യം പറയാനൊന്നും നിന്നില്ല, അവര് പെട്ടെന്ന് തന്നെ ഓടി ഇറങ്ങുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുവാണ്. വരുന്ന വഴിക്ക് ഇന്ദ്രന്റെ കാറ് കിടക്കുന്ന കണ്ടു. ആ സമയം ഇന്ദ്രൻ വീണ്ടും സേതുവിന്റെ ഫോണിലേക്ക് വിളിക്കാണ്. വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം ഇപ്പൊ നീ നെട്ടോട്ട് ഓടുമായിരിക്കും. എടാ നിന്റെ പെങ്ങളും ഞാനുമായിട്ട് ഇതേ കമ്പനി സ്റ്റഡിക്ക് അങ്ങോട്ട് തുടങ്ങുവാണ്, അധികം വൈകാതെ തന്നെ കമ്പനി സ്റ്റഡി തുടങ്ങുമെന്ന് പറയണം. അതെ നീ പതുക്കെ വന്നാൽ മതി കേട്ടോ, നീ എന്താളും ഓട്ടപ്പാച്ചില നടത്തി ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം, നീ പതുക്കെ വന്നാൽ മതി, പെട്ടെന്ന് വന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ആ സമയത്ത് സേതു പറഞ്ഞു, നീ കൂടുതൽ വാചകം അടിക്കണ്ട, നിന്നെ ഞാൻ കണ്ടാന്ന് പറയണ. കണ്ടോ? ആഹാ കൊള്ളാലോ എന്ന് പറയണ. എടാ ധൈര്യം ഉണ്ട്, നീ കാറേന്ന് ഇറങ്ങടാ, നീ കാറേന്ന് ഇറങ്ങി നിന്റെ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറയണ. പിന്നെ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? ഉണ്ടറാ, ഞാനൊരാണാ, നിനക്കത് ഞാൻ തെളിയിച്ചു തരാന്ന് പറയാണ്. എന്നും പറഞ്ഞോണ്ട് സേതു ആ കാറിന്റെ പുറകെ കിടന്നൊരു കമ്പിവടി ഇങ്ങെടുത്തു. അതെടുത്തോണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുക. ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ സേതു അങ്ങോട്ട് ഇറങ്ങി വന്നു കണ്ടപ്പോഴത്തെ ഇന്ദ്രൻ പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. ഒരു നിമിഷം സേതുവിന് ദേഷ്യം വന്നു. ഇന്ദ്രൻ പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നീ എന്റെ പുറകെ ഓടടാ, ഇങ്ങനെ നിന്നെ ഓടിച്ചോണ്ടേയിരിക്കും, നീ എവിടെ പോയാലും നിന്റെ മുന്നും പിന്നിലുമായിട്ട് ഞാൻ കാണും, നിനക്ക് ഒരിക്കലും ഒരു സ്വസ്ഥത സമാധാനം കാണത്തില്ല, മനസ്സിലായാലോ ഈ ഇന്ദ്രൻ ആരാന്ന്, നിന്നെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയണം. പിന്നീട് സേതു വന്നിട്ട് പറഞ്ഞു, അവൻ മനഃപൂർവ്വം നമുക്ക് പണി തന്നാന്ന് പറയണം. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും
സേതു ഭയങ്കര അസ്വസ്ഥനായിട്ട് നടക്കുകയാണ് പുറത്തൂടെ. സേതുവിന് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. സ്വാതിയുടെ കാര്യം ഓർത്തിട്ടായിരുന്നു. ഇന്ദ്രന്റെ പിടിയിൽ അവള് പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും? അപ്പത്തേനും പല്ലവി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ സേതുവേട്ടാ, ഉറങ്ങണമൊന്നും ഇല്ലെന്ന് ചോദിക്കാം. എനിക്ക് ഉറക്കം വരുന്നില്ല. സ്വാതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാന്ന് പറയാ. അതാണ് ആ കാര്യം. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് തല പോയിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. എന്നാലും എനിക്കെന്തോ ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. അതെ, ആ ഇന്ദ്രനെ സ്വാധീനം തമ്മിൽ നമുക്ക് തെറ്റിക്കാന്ന് പറയാം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിനെന്തായാലും ഒരു മാർഗം കണ്ടെത്തണമെന്ന് പറയാണ്. നമുക്കൊരു കാര്യം ചെയ്താ അച്ഛന്റെ സഹായം തേടിയാലെന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷെ എങ്കിൽ അവന്തിക നമ്മളെ സഹായിക്കുമെന്ന് ചോദിക്കുക. നമുക്ക് പറയാം, ഇന്ദ്രനെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കാം. സ്വന്തം അനിയത്തിയുടെ രക്ഷിക്കാനല്ലേ, ഉറപ്പായിട്ടും നമ്മളോടൊപ്പം കൂട്ടു നിൽക്കുമെന്ന് പറയാണ്. പിന്നീട് സേതു അച്ഛനെ വിളിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ പറയാണ്. അങ്ങനെ അച്ഛൻ താഴേക്ക് ഇറങ്ങി വരും. എന്താ രണ്ടുപേരും കൂടെ ഉറങ്ങാതെ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കാം. അതെ, ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് സ്വാധീനം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചില തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ടെന്ന് പറയണം. എന്താ തന്ത്രങ്ങള്? പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അച്ചു ഒന്ന് ആലോചിച്ചു, ഇത് വേണോന്ന് ചോദിക്കണം. എന്ത് റിസ്കാ അറിയാലോ. അതൊന്നും കുഴപ്പമില്ലാന്ന് പറയണം. ഇതേ അവന്തിക ഞങ്ങളോടൊപ്പം നിന്നാൻ പോയെന്ന് പറയാം. ഞാൻ നിൽക്കാം, പക്ഷെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു കാരണവശാലും ഇതേ ആ സ്വാതി അറിയരുത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കാര്യത്തിന് കൂട്ടുന്നൊക്കെ. ഇല്ല, ഒരിക്കലും അറിയാനൊന്നും പോകുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയാണ്. പിന്നീട് എന്ത് ചെയ്യാണ്? അവര് നേരെ മുറിയിലേക്ക് ഇല്ലണം. ഈ സമയത്ത് അച്ഛനോട് ചോദിച്ചു, അവര് കിടന്നുറങ്ങിയോ? ഋതു സ്വാധീനം കിടന്നുറങ്ങിയോന്ന് ചോദിക്കും. ഉറങ്ങിയെന്ന് പറയുവാണ്. അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതിയുടെ ഫോൺ എടുക്കണം. നോക്കിക്കഴിഞ്ഞപ്പോ സ്വാതിയോടെ ഫോൺ വെച്ചേക്കുക. പെട്ടെന്ന് അവളെ പല്ലവി ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഋതു പതുക്കെ അങ്ങ് തിരിഞ്ഞു കിടന്നു. ഒരു നിമിഷം രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സേതും പല്ലവിയോട് കട്ടിലിനടിയുക ഞൂണ്ട് കയറുക. അച്ഛനാണ് വല്ലാത്തൊരു വെപ്രാളം. ഋതു അങ്ങനെ എഴുന്നേറ്റ് വന്നാൽ തീർന്നു. പിന്നീട് അച്ചു ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഋതു അങ്ങ് എഴുന്നേക്കുവാണ്. അല്ല, നീ ഇതിനായിട്ട് ഉറങ്ങിയില്ല അച്ചു എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഉറങ്ങിയായിരുന്നു. ഇപ്പൊ ഞാൻ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റാന്ന് പറയാം. ഞാനും ഒന്ന് പോയിട്ട് വരട്ടേന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടും പോവാണ് എഴുന്നേറ്റ്. അച്ഛന് ആ പട വെപ്രാളം. ദൈവം രണ്ടുപേര് കട്ടിലിനടിയിലേക്ക് കയറിയിട്ടുണ്ട്. എന്താവും എന്തോ. അത് മാത്രമല്ല സ്വാതിയുടെ ഫോണും ഉണ്ട്. അപ്പൊ സ്വാതിയുടെ ഫോൺ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ നോക്കുവാണ് പല്ലവി. പാസ്വേഡ് ഒന്നും മാറ്റിയിട്ടില്ല. അത് തന്നെയാന്ന് വെച്ചിട്ട് ആ പാസ്വേഡ് ഒക്കെ മാറ്റി ഫോൺ അങ്ങോട്ട് ഓപ്പൺ ആക്കി. അപ്പൊ ഇന്ദ്രനും അവളും നമ്മളെ ചാറ്റൊക്കെ കാണുവാണ്. കുറെ ചാറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കേട്ടാ സേതു, ഞാൻ ഫോണും കൂടെ കൊണ്ടുപോകാൻ ഞാൻ നോക്കട്ടെ എന്ന് പറയണ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കുക. ഇപ്പൊ അന്ന് സേതുവേട്ടൻ വായിക്കണമെന്ന് പറയും. അതെന്താ? എന്റെ പെങ്ങളുടെ ചാറ്റ് ഞാൻ വായിച്ചാൽ എന്താ കുഴപ്പം? ഞാനും കൂടെ വായിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിനകത്ത് റിങ് വരുവാണ്, ബെല്ല് വീഴുകയാണ്. രണ്ടുപേരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് അങ്ങോട്ട് ഓഫ് ചെയ്യുവാണ്. അതങ്ങോട്ട് കട്ട് ചെയ്ത് വിട്ടു. ദൈവമേ, ഇതെങ്ങാനോ അവള് കേട്ടോ പോലും. ഈ സമയം സ്വാതി ഇത് കേട്ടു. സ്വാതി പെട്ടെന്ന് ഇങ്ങനെ എഴുന്നിട്ട് ഫോൺ നോക്കുകയാണ്. അവിടെ ഇവിടെ അച്ചു ഉറങ്ങിയതുപോലെ കിടക്കുവാണ്. ഫോൺ കണ്ടില്ലല്ലോ, എന്തായെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഋതു ബാത്റൂമിൽ നിന്ന് വരുന്നത്. എന്താ സ്വാതി നീ എഴുന്നേറ്റിരിക്കുന്നത്? എന്റെ ഫോൺ ഇവിടെ ഇരിപ്പോൾ കണ്ടില്ല എന്ന് പറയണം. അത് അവിടെ എവിടെയും കാണുമെന്ന് പറയണം. ഇവിടെയും കണ്ടില്ല, റിങ് ചെയ്തപോലെ എനിക്ക് തോന്നിയെന്ന് പറയണം. ദേ അതാ താഴെ എങ്ങാനും പോയി കാണുമായിരിക്കും എന്ന് പറയണം. അന്ന് ശരി, ഞാൻ ഞാൻ നോക്കാന്ന് പറഞ്ഞ ഋതു കുനിയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അച്ചു എന്ത് ചെയ്യണം? അച്ചു പറഞ്ഞതേ, നീ കുനിയണ്ട, നീ മൂത്തവരോടുള്ളപ്പോ നീ നോക്കൊന്നും വേണ്ട, ഞാൻ നോക്കാം ആരെങ്കിലും ഉണ്ടോന്ന് ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കട്ടിലിനടിയിലേക്ക് അങ്ങ് നോക്കണം. അപ്പൊ എന്തൊക്കെയോ ശബ്ദം കേട്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇനി കട്ടിലിനടിയിലെങ്കിലും ആരും വന്നിരിപ്പുണ്ടോ, അതോ ഫോണ് കട്ടിലിനടിയിലുണ്ടോ നോക്കാനായിട്ടാണ് അങ്ങനെ അച്ചു നോക്കുന്നത്. അച്ചു നോക്കിയപ്പോ രണ്ടെണ്ണം കൂടെ അവിടെ കിടപ്പുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ലോ. അച്ചു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ എങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇവിടെ എങ്ങും ആരുമില്ല, നിനക്ക് തോന്നിയതാന്ന് പറയണം. കിടക്കാൻ പറഞ്ഞു. അപ്പൊ സാധ്യത എടുത്തെന്നാലും എന്റെ ഫോൺ എന്ത് ചെയ്യും? അതൊക്കെ നമുക്ക് നാളെ നോക്കാന്ന് പറയണം. അങ്ങനെ കിടക്കുമ്പോൾ ഋതു ഇങ്ങനെ ആലോചിച്ചു. ഋതു എടുത്തിട്ട് പറഞ്ഞു, അല്ല എനിക്കെന്തോ വേറെ ആരുടെ ഒരു സ്മെല്ല് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയണം. ഇതിവിടെ അച്ചു വെച്ചാൽ ആരുടെ സ്മെല്ല്? അതെനിക്ക് അറിയത്തില്ല. നമ്മളല്ലാതെ ഇവിടെ വേറെ ആരോ ഉണ്ടെന്ന് പറയണം. നമ്മളല്ലാതെ വേറെ ആര് കാണാനാ? എനിക്ക് അത്ര കൂടെ വിശ്വാസം വരുന്നില്ല. കട്ടിലിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം. ഞാനിതിപ്പോ നോക്കിയതല്ലേന്ന് അച്ചു പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നുകൂടെ അങ്ങ് നോക്കട്ടെ എന്ന് പറയാണ്. ഒന്നും കൂടെ അങ്ങ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് കുനിയാണ്, കട്ടിലിനടിയിലേക്ക് കുനിഞ്ഞു നോക്കാനായിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കട്ടിലിനടിയില് സേതുവും പല്ലവിയും കൂടെ കിടക്കുന്ന. ഒരു നിമിഷം ഋതു ഞെട്ടിപ്പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.